പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. MES മെഡിക്കൽ കോളേജിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. ഇവരുടെ എൻട്രൻസ് ഏരിയയിലാണ് നമ്മളിപ്പോൾ വന്നിട്ട് ഇവിടെ വിശ്രമം കൊള്ളുന്നത്. ഇവിടെ ഇരുന്നു കൊണ്ട് നമുക്ക് വിശ്രമിക്കുകയും ഏത് ഡോക്ടറെ കാണണം, ഏത് ഹോസ്പിറ്റലിൻ്റെ ഏത് ഭാഗത്തേക്ക് പോകണം എന്നൊക്കെ ഇവിടെ നിന്ന് നമ്മൾക്ക് തീരുമാനമെടുക്കുകയും അതനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാം. യഥാർത്ഥത്തിൽ എനിക്ക് വരേണ്ട സ്ഥലം ഇവിടെയല്ല. ഞാൻ ഇവിടെ വന്ന് ഒരു വീഡിയോ എടുക്കാം എന്നൊക്കെ കരുതിയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഇന്ന് ഇവിടെ ചെറിയൊരു തിരക്കൊക്കെ ഉള്ള ഒരു ദിവസം തന്നെയായിരുന്നു. ഇവിടെ ഇരുന്നു കൊണ്ട് കുറേ ആളുകളൊക്കെ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അങ്ങനെ ഞാൻ ഇവിടെ നിന്നും മെല്ലെ പുറത്തേക്ക് പോന്നു. ചീരട്ടാമല റോഡിലൂടെയാണ് ഞങ്ങൾ പോന്നുകൊണ്ടിരിക്കുന്നത്. അതിരാവിലെ 8:45 അവിടുന്ന് പോന്ന് മല റോഡ് കയറ്റവും കയറി. അത്യാവശ്യം നല്ലൊരു കയറ്റം തന്നെ ഉണ്ട്. ഇത് ഒരു ചുരം മാതിരി, ചെറിയൊരു ചുരം മാതിരി. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യണം. ഈ റോഡ് ഉണ്ടാക്കിയ കാലത്ത് റോഡിൻ്റെ രണ്ട് സൈഡും വളരെ വിജനമായി കിടന്നിരുന്നു. അത് വീടുകളോ മറ്റ് കടകളോ വൈദ്യുതി ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അത് എല്ലാം നിലവിൽ വന്നത്. ഈ റോഡിൻ്റെ ഇരുവശങ്ങളിലായി റബ്ബർ തോട്ടങ്ങൾ ഉണ്ട്. അത് കാണാൻ നല്ല രസമല്ലേ എന്ന് കരുതി ഞാൻ വീഡിയോയിൽ പകർത്തിയതാണ്. നോക്കൂ, റോഡിൻ്റെ രണ്ട് സൈഡുകളിലായിട്ട് റബ്ബർ മരങ്ങൾ നന്നായി പിടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ MES മെഡിക്കൽ കോളേജിലെത്തി. അത് നമ്മുടെ ജീവിതത്തിൻ്റെ MES പ്രവർത്തകരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്തായ പരിപാടി എന്ന് പറയുന്നത് പ്രയാസപ്പെടുന്ന ആളുകളോടൊപ്പം നിന്ന് അവരുടെ ജീവനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരെ സഹായിക്കുക എന്നതാണ് ഒരു ലോകത്തെ ഏറ്റവും മഹത്തായ കർമ്മം എന്ന് പറയുന്നത്. MES മെഡിക്കൽ കോളേജും MESന്റെ ജില്ലാ കമ്മിറ്റിയും ഈ ഒരു മഹത്തായ കർമ്മം എല്ലാ വർഷങ്ങളിലും നടത്തുന്ന ഒരു കർമ്മമാണിത്. അപ്പൊ അതുകൊണ്ട് ഇത്തരം ഒരു മഹത്തായ കർമ്മം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് സംഘടിപ്പിക്കാൻ സാധിക്കും. ഇവിടെ ഭിന്നശേഷിക്കാരായ കുറേ ആളുകളെ വിളിച്ചു വരുത്തി അവർക്ക് റംസാൻ കിറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് ഇവിടെ വരുത്തിയിട്ടുള്ളത്. അങ്ങനെ അത് കൊടുക്കാനുള്ള ഒരു മീറ്റിംഗാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പേ ഇവിടെ ഒരു പ്രിവിലേജ് കാർഡ് പറഞ്ഞിട്ട് ഒരു കാർഡ് ഭിന്നശേഷിക്കാർക്കായിട്ട് ഇവർ കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ചികിത്സ ഫ്രീ ആക്കേണ്ട കാർഡാണത്. എല്ലാ ചികിത്സയിലും ഇല്ല എങ്കിലും ചില അസുഖങ്ങൾക്കൊക്കെ ചികിത്സ ഫ്രീ നൽകുന്നുണ്ട്. ഇവിടെ നിന്ന് കട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ MES മെഡിക്കൽ കോളേജിൽ നിന്ന് ഞങ്ങൾ ഇറങ്ങി MES മെഡിക്കൽ കോളേജിൽ വണ്ടികളൊക്കെ നിർത്തിയിട്ടാണ് കാണുന്നത്. ഭയങ്കര തിരക്കാണ്. ഈ ഭാഗത്തല്ല വണ്ടികൾ നിർത്തിയിട്ടുള്ളത്. ഇത് സൈഡിലൂടെയുള്ള ഒരു സംഭവമാണ്. പോകും വഴി ഒരു സെക്യൂരിറ്റി നമുക്ക് കാണാം. രോഗികൾ വരുന്നതും പോണതൊക്കെ ഇതിലൂടെയാണ്. ആംബുലൻസ് വണ്ടി നിർത്തിയിട്ടിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും ഓടാൻ തയ്യാറായി നിൽക്കുകയാണ്. ആസ്പത്രിയിലുള്ള ഈ വണ്ടി, അതേമാതിരി പല വണ്ടികളും അവരുടെ പൂന്തോട്ടങ്ങളാണ് ഈ കാണിക്കുന്നത്. പൂന്തോട്ടങ്ങൾ എന്ന് പറഞ്ഞാൽ സ്ഥലം ഒന്ന് ക്രമീകരിച്ചിട്ടുള്ളൂ, ഹോസ്പിറ്റലിൻ്റെ വകയായിട്ടുള്ള. പിന്നെ ആളുകൾ വന്ന് പോകുന്ന ആളുകളും അവിടെ കിടക്കുന്നവരായിട്ടുള്ള ആളുകളുടെ ബൈക്കുകളാണ് നിർത്തിയിട്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ബൈക്കുകൾ ഇവിടെ ഉണ്ട് തന്നെ പറയാം. മനോഹരമായിട്ട് ഇവിടെ ഒരു സ്ഥലങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. ആ ബൈക്കുമ്പോൾ പോയത് ഒരു ഉമ്മയും മകനുമാണ്. ആ മകൻ്റെ രണ്ട് കൈയുമില്ലാതെയാണ് സ്കൂട്ടർ ഓടിക്കുന്നത്. ഈ വീഡിയോ ഞാൻ ഇവിടെ അത്ഭുത കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്.